വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇന്നത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2025 ജനുവരി 31 ഇന്ത്യയിലെ എത്ര പുതിയ തണ്ണീർത്തടങ്ങൾക്ക് ആഗോള റംസാർ സൈറ്റിൻ്റെ പദവി ലഭിച്ചു? ഇതോടെ എണ്ണം 89 ആയി. ഉത്തരം 4. 2025 ജനുവരിയിൽ ഇന്ത്യയിലെ 4 പുതിയ തണ്ണീർത്തടങ്ങളെ റംസാർ സൈറ്റുകളായി നിയോഗിച്ചു. അപ്പോൾ ഇപ്പോൾ എത്ര റംസാർ സൈറ്റ് ഉണ്ട്? 89 റംസാർ സൈറ്റാണ് ഉള്ളത്. 2025 ജനുവരിയിൽ ഇന്ത്യയിലെ 4 പുതിയ തണ്ണീർത്തടങ്ങളെ റംസാർ സൈറ്റുകളായി നിയോഗിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ് ജനുവരി 31 ഈ വിവരങ്ങൾ പങ്കിട്ടു. നിലവിലുള്ള തണ്ണീർത്തടങ്ങളുടെ എണ്ണം 85-ൽ നിന്ന് 89 വർദ്ധിച്ചു. സൂചികയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ 26-ൽ നിന്ന് 89 വർദ്ധിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 47 കൂടി. ഇപ്പോൾ 89 ഓർക്കുക. ആഗോള റംസാർ സൈറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജാർഖണ്ഡിലെ ഏത് തടാകമാണ്? ഉത്തരം ഉദ്വ തടാകം. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. അത് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിക്കിമിലെ ഏത് തടാകമാണ് ആഗോള റംസാർ സൈറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗേജിയോൽപാരി തടാകം. ഗേജിയോൽപാരി തടാകമാണ് സിക്കിമിലാണ്. ഗേജിയോൽപാരി തടാകം സിക്കിമിലാണ്. ഗൂഗിൾ മാപ്പിൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പുനർനാമകരണം ചെയ്യാൻ US ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടത് എന്താണ്? അമേരിക്ക ഉൾക്കടലാണ്. അപ്പോൾ അമേരിക്ക ഉൾക്കടൽ ഇനി ഗൂഗിൾ മാപ്പിൽ എന്തെന്നാണ് കാണിക്കുക? ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാണ് കാണിക്കുക. 2025 മാർച്ചിൽ ഇന്ത്യ ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിക്കും. 2025 മാർച്ചിൽ ഇന്ത്യ ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിക്കും. അതിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം സുസ്ഥിര വികസനത്തിനായുള്ള യുവ സംരംഭകത്വം. സുസ്ഥിര വികസനത്തിനായുള്ള യുവ സംരംഭകത്വം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വേർപിരിഞ്ഞ രാജ്യമേതാണ്? ഉത്തരം അമേരിക്ക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ഫെബ്രുവരി 1 കോസ്റ്റ് ഗാർഡ് ദിനം. ലോക തണ്ണീർത്തട ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ഫെബ്രുവരി 2. 2025 ലോക തണ്ണീർത്തട ദിനാഘോഷം ഉത്തർപ്രദേശിലെ ഗോണ്ടയിലുള്ള പാർവതി ആർഗ റംസാർ സൈറ്റിൽ നടന്നു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിലുള്ള പാർവതി അർഗ റംസാർ സൈറ്റിലാണ് നടന്നത്. പ്രമേയമാണ് നമ്മുടെ പങ്കിട്ട ഭാവിക്കായി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. നമ്മുടെ പങ്കിട്ട ഭാവിക്കായി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ ക്രിക്കറ്റ് താരമാരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. 2025 ഫെബ്രുവരി 1 വാർഷിക ചടങ്ങിൽ BCCI സച്ചിൻ ടെണ്ടുൽക്കറിന് ഈ ബഹുമതി നൽകി. ഈ അവാർഡ് ലഭിക്കുന്ന 31ാമത്തെ ക്രിക്കറ്റ് കളിക്കാരനാണ് അദ്ദേഹം. മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള 2025 ഫെബ്രുവരി 1 അന്തരിച്ചു. അദ്ദേഹം ഏത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു? എത്രാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു? ആൻസർ 16ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആര്? നവീൻ ചൗള. ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ഫെബ്രുവരി 4. 2025-27 തീമാണ് അതുല്യത്താൽ ഏകീകരിക്കപ്പെട്ടു. അതുല്യത്താൽ ഏകീകരിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.